നിങ്ങൾക്ക് മൂക്കടപ്പോ മണം തിരിച്ചറിയാനുള്ള കഴിവ് കുറവോ തലവേദനയുണ്ടോ എങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് മൂക്കിൽ ദശവർഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂക്കിൽ ഒരു എൻഡോസ്കോപ്പി പരിശോധനയ്ക്ക് വിധേയമാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരുപക്ഷേ അത് മൂക്കിലെ ഒരു ദശവർഷ പലതരത്തിലുണ്ട്. സാധാരണ ആൾക്കാർ ദശയും തെറ്റിദ്ധരിച്ച് വരുന്നത് മൂക്കിൻ്റെ സൈഡിലുള്ള തട്ടുപോലത്തെ അസ്ഥികളായിട്ടുള്ള ടെർമിനേറ്റിൻ്റെ വലിപ്പം കൂടുതലാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അലർജി ചികിത്സ കൊണ്ട് അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. മറ്റൊരു തരം ദശയാണ് പോളിപ്പ്. അത് അലർജിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. വളരെ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചാൽ അത് മരുന്നുകൊണ്ട് തന്നെ സുഖപ്പെടുത്താവുന്നതാണ്. ഒരുപാട് വലുതായാൽ പിന്നെ സർജറി വേണ്ടി വന്നേക്കാം. മാത്രമല്ല അലർജി നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതല്ല, നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷമുള്ള തുടർ ചികിത്സയും നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില കുഴപ്പമുള്ള ദശകളും നമ്മുടെ മൂക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ മുക്കടപ്പോട് കൂടെ തന്നെ മൂക്കിൽ ശരീരത്തിൽ വേദന, പല്ലിലെ ഇളക്കമോ മൂക്കിൻ്റെ രക്തസ്രാവമോ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് കുഴപ്പമുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും തിരിച്ചറിയാൻ നമ്മൾ എൻഡോസ്കോപ്പി പരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.